തുടക്കത്തിൽ തന്നെ തന്റെ കൂട്ടുകാരിയെ തല്ലുന്ന ഒരുത്തനെ ചന്തു എടുത്തിട്ട് ഇടിക്കുകയാണ്. അപ്പോഴേക്കും ഇടി കൊണ്ടവന്റെ അമ്മ അവിടേക്ക് വന്ന് അവനെ രക്ഷിച്ചു കൊണ്ടുപോകും. ാണ് ചന്തുവിന്റെ അച്ഛൻ ചന്ദ്രൻ. ചന്ദ്രൻ ആളൊരു മുരടൻ പോലീസാണ്. എന്നാൽ ചന്തുവിന്റെ അമ്മ ഇന്ദു ആകട്ടെ ഒരു പാവവും. ഒരു ക്രൂരനായിരുന്നു. ഇന്ദുവിനെ അയാൾ എന്നും മർദ്ദിക്കുമായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ചന്തുവും വളർന്നത്. അങ്ങനെ ഒരു ദിവസം ചന്തുവും അച്ഛനും കൂടി വരുന്ന വഴിക്ക് ചന്തുവിന്റെ അച്ഛനെ കുറെ കൊട്ടേഷൻ ടീമുകാർ വന്ന് വെട്ടിക്കൊല്ലും. ഭർത്താവ് മരിച്ചതോടുകൂടി സാമ്പത്തികമായി തകർന്ന ഇന്ദു തന്റെ മകനെ വളർത്താനായി വീട്ടിലൊരു ഹോട്ടൽ തുടങ്ങും. അവന്റെ അച്ഛന്റെ കർമ്മങ്ങൾ നടത്തുന്നതിനിടയിൽ ഒരാൾ അവന്റെ അമ്മയെ കമന്റ് അടിക്കും. എന്നാൽ ചന്തു എഴുന്നേറ്റ് അവന്റെ മുഖം അടിച്ചു പൊളിക്കും. അങ്ങനെ ഒരു ദിവസം ചന്തുവിന്റെ അച്ഛന്റെ കൂട്ടുകാരന്മാരായ പോലീസുകാർ ഇന്ദുവിന്റെ അടുത്ത് വന്ന് പറയും, ചന്ദ്രൻ ഡ്യൂട്ടിയിലിരുന്ന് മരിച്ചത് കൊണ്ട് തന്നെ ആ ജോലി ഇന്ദുവിന് കിട്ടുമെന്ന്. എന്നാൽ ഇന്ദു പറയും, സാർ ആ ജോലി എനിക്ക് വേണ്ട, എൻ്റെ മകൻ വളർന്നു വലുതാകുമ്പോൾ ആ ജോലി അവന് കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ ഒരു ദിവസം ആ പോലീസുകാരൻ ചന്തുവിനെ കാണാൻ വന്ന ശേഷം അവനോട് പറയും, നീ പഠിച്ച് +2 പാസ്സായ ശേഷം അച്ഛൻ്റെ ജോലി വാങ്ങി നിന്റെ അമ്മയെ സംരക്ഷിക്കണമെന്ന് പറയും. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോകും. ചന്തു ഇപ്പോൾ +2 പഠിക്കുകയാണ്. തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ്റെ കൈ അടിച്ചൊടിച്ചത് കൊണ്ട് തന്നെ ചന്തുവിൻ്റെ അമ്മ ഇന്ദുവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് SI. ഇതേ സമയം ചന്തുവിൻ്റെ കൂട്ടുകാരി ആ പഴയ പോലീസ് അങ്കിളിനെയും കൂട്ടി അങ്ങോട്ടേക്ക് വരും. SI അപ്പോൾ ഇന്ദുവിനോട് പറയും, ഇന്ദു പേടിക്കണ്ട, ഇവൻ എൻ്റെ സുഹൃത്തിൻ്റെ മകനല്ലേ, ഇവൻ അടിയുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇനി ഇവന് ഈ നാട്ടിൽ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തൊടുപുഴയിൽ ഞാനൊരു സ്കൂളിൽ ഇവന് അഡ്മിഷൻ സെറ്റാക്കിയിട്ടുണ്ട്, ഇവനെ തൊടുപുഴയിലേക്ക് വിട്ടോളാൻ പറയും. ഇതേ സമയം കൊച്ചിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഡ്രഗ് വിൽക്കുന്ന മാഫിയ തലവി തൻ്റെ ശിങ്കിടിയോട് പറയുകയാണ്, കോതമംഗലത്തുള്ള സ്കൂളുകളിലേക്ക് നമ്മുടെ ഡ്രഗിൻ്റെ വ്യാപാരം സ്പ്രെഡ് ചെയ്യണമെന്ന്. എന്നാൽ കോതമംഗലത്തെ സ്കൂളിലേക്ക് മാറ്റിയ ചന്തു ഇനി ഇന്ദുവിൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത്. ചന്തുവിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ഇന്ദുവിൻ്റെ ചേട്ടൻ ബാലുവിൻ്റെ ഭാര്യ അയാളോട് തട്ടിക്കയറുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇന്ദു ചന്തുവിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരും. എന്നാൽ ബാലു ഇന്ദുവിനോട് പറയും, നീ എൻ്റെ ഭാര്യ പറയുന്നത് കേട്ടൊന്നും പേടിക്കേണ്ട, ഞാൻ അവനെ സുരക്ഷിതമായി നോക്കിക്കൊള്ളാമെന്ന്. എന്നാൽ ഇതേ സമയം ആ ഡ്രഗ് ഡീലർ കോതമംഗലത്തെ സ്കൂളുകളിലേക്കും തങ്ങളുടെ ഡ്രഗ് വിൽപ്പന സ്പ്രെഡ് ചെയ്യണമെന്ന് തൻ്റെ ശിങ്കിടിയെ വിളിച്ച് പറയുകയാണ്. അങ്ങനെ ചന്തുവിനെ ചേട്ടൻ്റെ വീട്ടിലാക്കി തിരികെ തൻ്റെ നാട്ടിലെത്തിയ ഇന്ദു ചേട്ടനെ വിളിച്ച് ചന്തുവിനെ നോക്കിക്കൊള്ളണമേ എന്ന് ചേട്ടനോട് പറയുകയാണ്. എന്നാൽ ബാലു ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോഴും ചന്തുവിനെ അവൻ്റെ ഭാര്യ വീട്ടിലേക്ക് കയറ്റിയില്ല. എന്നാൽ ബാലു തൻ്റെ ഭാര്യയുടെ എതിർപ്പ് വകവയ്ക്കാതെ ചന്തുവിനെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി മുറി കാണിച്ചു കൊടുക്കും. എന്നാൽ അടുത്ത ദിവസം രാവിലെ ചന്തു ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്തു വീട്ടിലേക്ക് വന്നത് ഇഷ്ടപ്പെടാത്ത ബാലുവിൻ്റെ ഭാര്യ തൻ്റെ 2 മക്കളോടും പറയും, നിന്റെ അച്ഛനാ ചന്തുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇനി ഈ കുട്ടി നിൽക്കാനൊന്നും ഇട്ട് നടക്കരുതെന്ന് പറയും. അങ്ങനെ തൻ്റെ അനിയത്തിയുമായി ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് അവർ ചന്തുവിനോട് പറയും, ഞങ്ങളോടൊപ്പം ചേർന്നൊന്നും നടക്കണ്ട, പിന്നെ സ്കൂളിൽ പോയി ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നൊന്നും പറയണ്ട എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ പാവം ചന്തുവിന് വിഷമമാകും. അങ്ങനെ സ്കൂളിലെത്തിയ ചന്തു അഡ്മിഷൻ എടുക്കാനായി ഹെഡ് മാസ്റ്റർ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ ഹെഡ് മാസ്റ്റർ അച്ഛൻ ചന്തുവിനോട് പറയും, മര്യാദയ്ക്ക് പഠിച്ച് പാസ്സാവണം, ഇവിടെ കിടന്ന് അടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നും പറയും. അങ്ങനെ ചന്തു തൻ്റെ ക്ലാസ്സിലേക്ക് പോകും. അതേ ക്ലാസ്സിൽ തന്നെയായിരുന്നു ചന്തുവിൻ്റെ അനിയത്തിമാരും പഠിക്കുന്നത്. അവർ ചന്തുവിനെ മൈൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ചന്തു അങ്ങനെ ക്ലാസ്സിലേക്ക് വന്ന് ലാസ്റ്റ് ബെഞ്ചിൽ പോയി ഇരിക്കും. അങ്ങനെ ഇന്റർവെൽ ആകുമ്പോഴേക്കും ചന്തു തൻ്റെ പുതിയ കൂട്ടുകാർക്ക് ട്രീറ്റൊക്കെ ചെയ്ത് അവരുമായി നല്ല ഫ്രണ്ട്സ് ആകും. ഇന്റർവെല്ലിൽ കഴിഞ്ഞു വരുന്ന ചന്തുവിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ടീന എന്ന പെൺകുട്ടിയുടെ പേരിൽ ടോണി എന്നൊരുത്തൻ ലവ് വരച്ചു വയ്ക്കും. കരാട്ടക്കാരിയായ ടീന അവനെ കൊണ്ട് തന്നെ അത് മായ്പിക്കും. ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞു വന്ന ശേഷം ബാലുവിനെ സഹായിക്കാനായി ചന്തു ബാലുവിൻ്റെ ഷോപ്പിലേക്കും പോകും. ഇതേ സമയം ചന്തുവിൻ്റെ അമ്മ ഇന്ദു ചന്തുവിൻ്റെ സുഖവിവരങ്ങളൊക്കെ വിളിച്ചറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് ചന്തുവിൻ്റെ കൂട്ടുകാർ ചന്തുവിൻ്റെ കയ്യിൽ നിന്നും ഫുഡ് കഴിക്കാനാണെന്നും പറഞ്ഞ് പണം വാങ്ങി പോകുന്നത് സ്കൂളിലെ ടീച്ചർ മിനി കാണും. ടീച്ചർ അങ്ങോട്ടേക്ക് വന്ന് മദ്യം വാങ്ങാനാണോ നീ അവർക്ക് പണം കൊടുത്തതെന്ന് ചോദിച്ച് ചന്തുവിൻ്റെ ബോഡിയൊക്കെ പരിശോധിക്കും. അപ്പോഴേക്കും സ്കൂളിലെ PT സാറും അങ്ങോട്ടേക്ക് വരും. അതിനുശേഷം ടീച്ചർ ചന്തുവിനോട് പറയും, കലോത്സവത്തിന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കാൻ. ചന്തു അങ്ങനെ വെള്ളവുമായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ടീനയുടെ അടുത്ത് ചെല്ലുമ്പോൾ ടീന ചന്തുവിനോട് ചോദിക്കും, നിനക്കെന്നെ ഓർമ്മയുണ്ടോടാ എന്ന്. പറഞ്ഞു തീരും മുമ്പ് ടീന ചന്തുവിനെ അറ്റാക്ക് ചെയ്യാനായി വരും. എന്നാൽ ചന്തു അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. എന്താണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകാത്ത ടീനയുടെ കൂട്ടുകാരിമാർ ടീനയെ പിടിച്ചു മാറ്റും. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ടീനയുടെ അച്ഛൻ ടോമിച്ചൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ടോമിച്ചനാണ് ആ സ്കൂളിലെ PTA പ്രസിഡന്റ്. അതേസമയം ടീനയും കൂട്ടുകാരും ടെറസിൽ നിന്ന് കലോത്സവത്തിനുള്ള ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. ടീനയുടെ വയ്യാത്ത ചേട്ടൻ ടൊമ്മിയും അവിടെ ഉണ്ടായിരുന്നു. ടീനയുടെ കൂട്ടുകാരി എന്തിനാ നീ ചന്തുവിനെ അടിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് അവൾ ആ പഴയ ഫ്ലാഷ് ബാക്ക് പറയുന്നത്. ടീന കുഞ്ഞായിരിക്കുമ്പോൾ ബാത്റൂമിൽ പോയ തൻ്റെ ചേട്ടൻ ദേഹം മുഴുവനും ബ്ലഡുമായി ഇറങ്ങി വരുന്നത് അവൾ കാണും. അപ്പോൾ അവിടെ നിൽക്കുന്ന കുട്ടികൾ പറയും, ചന്തുവാണ് ടീനയുടെ ചേട്ടനെ ഉപദ്രവിച്ചതെന്ന്. മുതലേ ഞാൻ അവനെ നോക്കി നടക്കുകയാണെന്ന് ടീന കൂട്ടുകാരികളോട് പറയുമ്പോഴേക്കും ടീനയുടെ അച്ഛൻ ടോമിച്ചൻ അങ്ങോട്ടേക്ക് വരും. ടീനയും ടൊമ്മിയും തൻ്റെ മക്കളാണെങ്കിലും ടോമിച്ചൻ ഫ്രണ്ട്സിനെ പോലെയാണ് അവരോട് പെരുമാറുന്നത്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ സ്കൂൾ കലോത്സവ ദിവസം വന്നെത്തും. ടോമിച്ചൻ ഫേമസ് സിനിമാ നടൻ രമേശിനെയാണ് കലോത്സവത്തിന് ഗസ്റ്റായി കൊണ്ടുവന്നിരിക്കുന്നത്. ടോമിച്ചൻ അങ്ങനെ സിനിമാ നടൻ രമേശിന്റെ അടുത്ത് വന്ന് സംസാരിച്ചു കൊണ്ട് നിന്ന ശേഷം ഒരു ഫോട്ടോ എടുക്കാനായി ഒരുങ്ങുമ്പോഴാണ് രമേശ് അങ്ങോട്ടേക്ക് വരുന്ന ചന്തുവിനെ കാണുന്നത്. ചന്തുവിനെ കാണുമ്പോൾ തന്നെ രമേശ് മറ്റുള്ളവരോട് പറയും ചന്തു എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടാണെന്ന്. വേദിയിൽ പ്രസംഗിക്കാൻ നേരം രമേശ് ചന്തു എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അതിശയമാവുകയും അവരെല്ലാവരും കൈയടിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനു മുൻപ് ചന്തു പഠിച്ചിരുന്ന സ്കൂളിൽ ഗസ്റ്റായി വന്ന രമേശ് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളെ ബാഡായി ടച്ച് ചെയ്തത് കൊണ്ട് ചന്തു അവനെ പിടിച്ചിട്ട് പെരുമാറുകയുണ്ടായി. അങ്ങനെയാണ് അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയത്. അതേസമയം കലോത്സവത്തിൽ വെച്ച് ചന്തുവിനെ കാണുന്ന ടീനയുടെ ചേട്ടൻ ടോമ്മി ചന്തുവിനോട് സ്നേഹത്തോടെ നിനക്കെന്നെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ സിനിമാ നടൻ രമേശ് ചന്തുവിനെ പറ്റി പൊക്കിയടിക്കുന്നത് കേട്ട് ചന്തുവിന്റെ അനിയത്തിമാർ തന്റെ കൂട്ടുകാരികളോട് പറയും ചന്തു ചേട്ടൻ ഞങ്ങളുടെ ചേട്ടനാണ്, ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ. എന്നാൽ അടുത്ത ദിവസം ചന്തുവിന്റെ കൂട്ടുകാർ മദ്യപിക്കുന്ന വീഡിയോ എടുത്ത് ടോണി മിനി ടീച്ചർക്ക് കൊണ്ട് കാണിച്ചു കൊടുക്കും. മിനി ടീച്ചർ പ്രിൻസിപ്പൽ അച്ഛനെയും എല്ലാവരെയും വിളിച്ചിട്ട് പറയും ചന്തു ആണ് അവർക്ക് മദ്യപിക്കാൻ പണം കൊടുക്കുന്നത്, ഞാനത് കണ്ടു എന്നും പറയും. എന്നാൽ പാവം ചന്തുവിന് അവർ പണം വാങ്ങിയത് മദ്യപിക്കാനാണെന്ന് അറിയില്ലായിരുന്നു. പള്ളിയിലെ അച്ഛൻ അവർ 4 പേരെയും റൂമിലേക്ക് വിളിച്ച ശേഷം പറയും ഇതിന് പണിഷ്മെന്റായി പറമ്പിലെ എല്ലാ തെങ്ങുകൾക്കും നിങ്ങൾ തടമെടുക്കണമെന്ന് പറയും. ഇതേ സമയം മിനി ടീച്ചറുടെ ഡ്രഗ് അഡിക്റ്റായ ഭർത്താവ് സ്കൂളിലേക്ക് വന്ന് മിനി ടീച്ചറെ ഉപദ്രവിച്ച ശേഷം പറയും എന്തിനാണ് എൻ്റെ വണ്ടി എടുത്തുകൊണ്ടുപോയതെന്നും പറഞ്ഞ് ടീച്ചറിനെ ഉപദ്രവിക്കാൻ തുടങ്ങും. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരികയായിരുന്ന ചന്തുവിന് ടീച്ചറിനെ അടിക്കുന്നത് കാണുമ്പോൾ പണ്ട് തൻ്റെ അച്ഛൻ അമ്മയെ ഉപദ്രവിച്ചത് ഓർമ്മ വരും. അവൻ അങ്ങോട്ടേക്ക് വന്ന് ടീച്ചറിന്റെ ഭർത്താവിനെ ചവിട്ടിയിടും. അപ്പോഴേക്കും ടീച്ചറിന്റെ ഭർത്താവ് തിരിച്ച് ചന്തുവിനെ അടിക്കുകയും ദേഷ്യം വന്ന ചന്തു ടീച്ചറിന്റെ ഭർത്താവിനെ അടിച്ച് തറയിലേക്ക് ഇടുകയും ചെയ്യും. ടീച്ചറിന്റെ ഭർത്താവിന്റെ കൂടെ വരുന്ന കിരൺ എന്നു പേരുള്ളവൻ പിറകിലൂടെ വന്ന് ചന്തുവിനെ ഉപദ്രവിക്കും. എന്നാൽ ചന്തു ആകട്ടെ അവരെ രണ്ടുപേരെയും എടുത്തിട്ട് അടിക്കും. അങ്ങനെ അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് അടിച്ചോട്ടിക്കും. അങ്ങനെ പരിക്കുപറ്റിയ ടീച്ചറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ശേഷം അച്ഛൻ അങ്ങോട്ടേക്ക് വന്ന് ചന്തുവിനോട് പറയും നീ എന്തിനാണ് അവരുമായി അടിയുണ്ടാക്കാൻ പോയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ ഞാനില്ലേ എന്ന്. ചന്തു പറയും എനിക്ക് എൻ്റെ അമ്മയെയാണ് ടീച്ചറിനെ അവർ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചന്തു തൻ്റെ അമ്മയെ കാണാനായി വീട്ടിലേക്ക് വരുമ്പോൾ സ്കൂളിലെ അച്ഛൻ ചന്തുവിൻ്റെ അമ്മയെ വിളിച്ച് പറയും ചന്തു ഒരു നല്ല പയ്യനാണ്, അവനെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. ചന്തുവിൻ്റെ അമ്മ ഇന്ദു ഇത് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് കരയും. എന്നാൽ വീട്ടിലെത്തിയ ടീന തൻ്റെ ചേട്ടൻ തൊമ്മിയോട് ചോദിക്കും തൊമ്മി എന്തിനാണ് ആ ചന്തുവിനോടൊക്കെ പോയി മിണ്ടിയതെന്ന്. അപ്പോൾ തൊമ്മി പറയും എന്നെ പണ്ട് ഉപദ്രവിച്ചത് ചന്തുവല്ല, എൻ്റെ സിബ് ബാത്റൂമിൽ വെച്ച് കുടുങ്ങി, ചന്തു ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത് എന്ന്. അപ്പോൾ അവൾ ചോദിക്കും അന്ന് ഞാൻ ചോദിച്ചപ്പോൾ തൊമ്മി എന്താ ഇത് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ സിബ് കുടുങ്ങിയെന്ന് പറയണോ, അതെനിക്ക് നാണക്കേടല്ലേ എന്ന് പറയും. എന്നാൽ അടുത്ത ദിവസം ചന്തുവിൻ്റെ അമ്മയും ചന്തുവിൻ്റെ കൂട്ടുകാരി ദുർഗയും കൂടി അമ്പലത്തിൽ പോയ ശേഷം ചന്തുവിൻ്റെ അമ്മ ഒരു ചരട് ജപിച്ച് ചന്തുവിൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കും. അതേസമയം ആ മെയിൻ ഡ്രഗ് ഏജന്റ് ബോസ് ലേഡി വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുശേഷം കിരണിനോട് പറയും കണ്ട സ്കൂൾ പിള്ളേരോട് അടികൂടി നടക്കാതെ ആ ഡ്രഗ്സ് ഒക്കെ സെയിലാക്കാൻ പറയും. എന്നാൽ അടുത്ത ദിവസം സ്കൂളിലേക്ക് വന്ന ടീന ചന്തുവിനോട് അന്ന് തനിക്കൊരു അബദ്ധം പറ്റി പോയതാണെന്നുള്ള കാര്യം പറയും. അങ്ങനെ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആകും. അതേസമയം കിരണും ഗുണ്ടകളും ചന്തുവിനെ അന്വേഷിച്ച് ബാലുവിന്റെ വീട്ടിലേക്ക് വരും. ബാലുവിന്റെ ഭാര്യ ചന്തുവിനെ ഒരു റൂമിൽ കൊണ്ട് അടച്ചിടും. എന്നാൽ ഇതേ സമയം ബാലു അങ്ങോട്ടേക്ക് വരികയും ഗുണ്ടകൾ ചന്തുവിനെ മര്യാദയ്ക്ക് ഇറക്കിവിടാൻ പറയുകയും ചെയ്യും. എന്നാൽ ബാലു അവന്മാരെ എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. എന്നാൽ അവരിൽ ഒരുത്തൻ ബാലുവിന്റെ തലയ്ക്ക് ഒരടി കൊടുക്കും. ബാലു എന്നിട്ടും പൊരുതി നിൽക്കാൻ നോക്കുമെങ്കിലും കിരൺ അങ്ങോട്ടേക്ക് വന്ന് ബാലുവിനെ അടിച്ചിടും. ഇതേസമയം വീടിന്റെ ഓട് പൊളിച്ചിറങ്ങിയ ചന്തു എല്ലാത്തിനെയും അടിച്ചിടും. അപ്പോഴേക്കും പോലീസുകാർ വന്ന് കിരണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. എന്നാൽ ഇതേ സമയം പളനിയിൽ പോയ ശേഷം ചന്തുവിനെ കാണാനായി വരികയായിരുന്ന ചന്തുവിൻ്റെ അമ്മ ഇന്ദുവും ദുർഗയും ബാലുവിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിയുകയും അവർക്ക് വിഷമാവുകയും ചെയ്യും. ആ ദേഷ്യത്തിൽ ഇന്ദു ചന്തുവിൻ്റെ മുഖത്തൊരടി കൊടുക്കും. എന്നാൽ അപ്പോഴേക്കും കൂടെയുണ്ടായിരുന്ന ചന്തുവിൻ്റെ കൂട്ടുകാരി ദുർഗ അങ്ങോട്ടേക്ക് വന്ന് ആ പ്രശ്നങ്ങളെല്ലാം കോംപ്രമൈസ് ആക്കി ചന്തുവിൻ്റെ അമ്മയെയും കൊണ്ട് അവിടെ നിന്ന് പോകും. എന്നാൽ അടുത്ത ദിവസം ചന്തുവിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ അറിഞ്ഞ മിനി ടീച്ചർ ചന്തു തന്നോട് ക്ഷമിക്കണമെന്ന് പറയും. സമയം സ്കൂളിലെ അച്ഛനും വന്ന് ചന്തുവിനോട് പറയും നീ ഈ പ്രശ്നങ്ങളൊക്കെ മറക്ക്, സ്കൂളിൽ സ്പോർട്സ് മീറ്റ് ആണ് വരുന്നത്, നീയും ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറയും. അങ്ങനെ സ്കൂളിലെ സ്പോർട്സ് മീറ്റ് തുടങ്ങും. ടീനയും ആർച്ചറിയിൽ മത്സരിക്കാനുണ്ടായിരുന്നു. സ്പോർട്സ് മീറ്റിന്റെ ഇടയിൽ ടീനയും ചന്തുവും സംസാരിക്കുകയും അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും ടീനയ്ക്ക് ചന്തുവിനോട് ഇഷ്ടം തോന്നുകയും ചെയ്യും. ടീന ചന്തുവിനോട് പറയും സ്കൂൾ ബസ്സിൽ കയറുമ്പോൾ എനിക്ക് നിന്നോടൊരു കാര്യം പറയണമെന്ന്. എന്നാൽ അപ്പോഴേക്കും ചന്തുവിന്റെ കൂട്ടുകാരി ദുർഗ അങ്ങോട്ടേക്ക് വന്ന് ചന്തുവിനെ കൂട്ടിക്കൊണ്ടു പോകും. ഇത് കാണുമ്പോൾ ടീനയ്ക്ക് പൊസസീവ് ആവും. ദുർഗ നേരെ ചന്തുവിനെ ഇന്ദു അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കും. അങ്ങനെ ചന്തുവും ദുർഗയും കൂടി ബൈക്കിൽ പോകുമ്പോൾ നിനക്ക് എന്നെക്കാളും വലുത് ദുർഗയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. പിന്നെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നീ ബർത്ത്ഡേക്ക് എന്നെ വിഷ് പോലും ചെയ്തില്ലല്ലോ എന്ന് പറയും. എന്നാൽ ദുർഗയും ചന്തുവും കൂടി ഒരു ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങി ടീനയുടെ വീട്ടിൽ പോയി അവളെ സർപ്രൈസ് ചെയ്യും. അങ്ങനെ ആ രാത്രി പാട്ടും ഡാൻസും ഒക്കെയായി അവരെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് അവിടെ കിടന്നുറങ്ങും.
അടുത്ത ദിവസം ടീനയെ വിളിക്കാനായി ടീനയുടെ റൂമിലേക്ക് വരികയായിരുന്ന ടീനയുടെ അച്ഛൻ ചന്തുവിനെയും ടീനയും കാണുകയും അവരെ രണ്ടുപേരെയും അടിക്കുകയും ചെയ്യും. ടീനയുടെ അച്ഛൻ ചന്തു തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമ്മളിവിടെ എൻജോയ് ചെയ്യുകയായിരുന്നു, അല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ബാത്റൂമിൽ നിന്ന് ദുർഗയും ഇറങ്ങി വരും. ടീനയുടെ അച്ഛന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയും അവരുടെ റിലേഷനിൽ പാതി സമ്മതം മൂളുകയും ചെയ്യും. എന്നാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ദുർഗ ചന്തുവിനോട് പറയും, ടീനയുടെ അച്ഛന് നിന്നെ ഇഷ്ടപ്പെട്ടെന്നാണ് തോന്നുന്നത് എന്ന്. എന്നാൽ അപ്പോഴേക്കും ഡ്രഗ് അഡിക്റ്റായ കിരൺ അങ്ങോട്ടേക്ക് വന്ന് ചന്തുവിനെ വെട്ടാനായി ഒരുങ്ങും. എന്നാൽ ആ വെട്ട് കൊള്ളുന്നത് ദുർഗയുടെ കഴുത്തിലായിരുന്നു. എന്നാൽ വെട്ടുകൊണ്ട ഉടനെ തന്നെ പാവം ദുർഗ സ്പോട്ടിൽ മരിക്കുകയും ചന്തുവിന് അത് വലിയൊരു വിഷമമാവുകയും ചെയ്യും. അതേസമയം ടീന ചന്തുവിൻ്റെ അമ്മയെ വിളിച്ച ശേഷം പറയും, ചന്തു ഇങ്ങോട്ടേക്ക് വന്നാൽ അവളെ കൊന്നതിൻ്റെ പ്രതികാരം വീട്ടാനായി പോകും, അതുകൊണ്ട് അവനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിടണ്ട എന്ന് പറയുമ്പോൾ ചന്തുവിൻ്റെ അമ്മ പറയും, ദുർഗ എൻ്റെ സ്വന്തം മകളെ പോലെയായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പ്രതികാരം തീർക്കാനായി ചന്തു വരികയാണെങ്കിൽ ഞാൻ അവനെ തടയില്ല എന്ന് പറയും. അങ്ങനെ പ്രതികാരം വീട്ടാനായി തിരികെ സ്കൂളിലേക്ക് വരും. എന്നാൽ അപ്പോഴേക്കും ചന്തുവിനെ അന്വേഷിച്ച് ഡ്രഗ് അഡിക്റ്റായ കിരണും കൂട്ടാളികളും അങ്ങോട്ടേക്ക് വരും. അച്ഛൻ നല്ല ഭാഷയിൽ അവരോട് തിരികെ പോകാൻ പറയുമെങ്കിലും അവരാരും കേൾക്കില്ല. ഒടുവിൽ അച്ഛൻ തൻ്റെ പിള്ളേരോട് പറയും, വന്നിരിക്കുന്ന ഗുണ്ടകളെയെല്ലാം അടിച്ചോട്ടിക്കാൻ. ഇത് കേട്ടപാടെ തന്നെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോയി ബാറ്റും ബോളും എടുത്തുകൊണ്ട് വന്ന് അവന്മാരെ എല്ലാവരെയും അടിച്ചിടാൻ തുടങ്ങും. ഇങ്ങനെയും അപ്പോഴേക്കും അമ്പും വില്ലും എടുത്തുകൊണ്ട് വന്ന് അവന്മാരെ ഉപദ്രവിക്കും. അങ്ങനെ ഒടുവിൽ പോലീസുകാർ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അത് വലിയ ന്യൂസ് ആവുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ചന്തു +2 എക്സാം എല്ലാം എഴുതിയ ശേഷം അച്ഛനോട് വന്ന് പറയും, ഇപ്രാവശ്യം ഞാൻ എന്തായാലും ജയിക്കും അച്ഛ എന്ന്. ഇത് കേൾക്കുമ്പോൾ അച്ഛന് വലിയ സന്തോഷമാകും. എന്നാൽ ഇതേ സമയം ആ ഡ്രഗ് അഡിക്റ്റായ രാഹുലിനെ ജയിലിലാക്കിയതിൻ്റെ പ്രതികാരം തീർക്കാനായി ആ ബോസ് ലേഡി അങ്ങോട്ടേക്ക് വരും. ഈ ഒരു സീനോടുകൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.